അപ്പൊ അതുകൊണ്ട് പെഡഗോജിയോടൊപ്പം ഒഴിവാക്കി നാളെ അബ്ബാസിയ ലിറ്ററേച്ചറും അതുപോലെ തന്നെ 1-2 ഭാഗങ്ങളും കൂടി ചേർത്തുകൊണ്ട് റിസ്റ്റഡിക്സ് എന്ന ടെക്സ്റ്റ് ബുക്ക് അനാലിസിസ് ക്ലാസ് എടുക്കും. കൂടെ കുറച്ചുകൂടി കണ്ടന്റുകൾ ആഡാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പെഡഗോജി എന്ന ഒരു സെഷനിലേക്ക് ഒതുങ്ങുന്നത്. അപ്പൊ നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിൽ കഴിഞ്ഞ സെഷനിൽ ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലേക്ക് കടന്നു പോകാം. അതിനു മുമ്പ് പറയാനുള്ളത് കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി ഇനിയുള്ള സെഷനുകളെ എടുക്കണം. കഴിഞ്ഞ പരീക്ഷകളിൽ ഈ പെഡഗോജി, നമ്മളെ കഴിഞ്ഞ കുറച്ച് പരീക്ഷകളെ ശ്രദ്ധിച്ചാൽ പെഡഗോജി ഏറ്റവും കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച, എന്നാൽ ചോദിച്ച ചോദ്യങ്ങളും അത്യാവശ്യം നല്ല ക്ലാസിക്കലായിട്ടുള്ള ഒരു ചോദ്യം വന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നലെ നടന്നിട്ടുള്ള UP എക്സാമിനേഷൻ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള വായനാശീലവും അതോടൊപ്പം തന്നെ നോളജിക്കലായിട്ടുള്ള അറിവും കൊണ്ടാൽ മാത്രമേ പെഡഗോജി എന്ന ബാലികേല മല നമുക്ക് സിമ്പിളി കടക്കാൻ കഴിയുള്ളൂ. അപ്പോ നമ്മൾ പലപ്പോഴായി പറഞ്ഞു വെച്ച ഒരു ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ഫസ്റ്റത്തെ ചോദ്യത്തിൽ നിന്ന് വരാം. ലൈസ മിൻ അഅറാദി അദ്ദിറാസത്തി ലുഗത്തുൽ അറബിയ, അറബി ഭാഷ പഠനത്തിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത്. ഇത് ഹാൻഡ് ബുക്കിൽ നിന്നും വന്നിട്ടുള്ള ഡയറക്റ്റായി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ലൈസ മിൻ അഅറാദി ദിറാസത്തി ലുഗത്തുൽ അറബിയ, അറബി ഭാഷാ പഠനത്തിന്റെ ലക്ഷ്യത്തിൽ ഒബ്ജക്റ്റിവിറ്റീസിൽ പെടാത്തത് എന്താണ്? അദാഉൽ അഅമാലുൽ ഇബ്ദാഇയത്തി അൻ തുരീഖിൽ ലുഗത്തുൽ അറബിയ, അറബി ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ എക്സിക്യൂട്ടീവ് ചെയ്യുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക. ഇക്തിസാബിൽ മുഖദ്ദറ അല തദവ്വുഖുൽ അദബുൽ അറബി, അറബി സാഹിത്യ ആസ്വാദനത്തിനുള്ള കഴിവ് ആർജിച്ചെടുക്കുക. ഇക്തിസാബ് എന്ന് വെച്ചാൽ ആർജിച്ചെടുക്കുക, അക്വയർ ചെയ്യുക എന്നർത്ഥം. ഇനി അദാഇൽ ഫുനൂനിൽ ജമീലത്തി വ അൽആബിൽ ഖവിയിൽ ബദനിയ, അതായത് എന്താണ്, മനോഹരമായിട്ടുള്ള ആർട്സുകൾ നമ്മൾ പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തുന്ന കളികൾ കളിക്കുകയും ചെയ്യുക. ഇക്തിസാബി മലിക്കത്തി തർജിമ ഇലൽ ലുഗത്തുൽ ഉമ്മി വബിൽ അക്സ്, അറബി ഭാഷയിൽ നിന്നും അല്ലെങ്കിൽ മലയാള ഭാഷയിൽ നിന്നും അറബിയിലേക്കോ അറബി ഭാഷയിൽ നിന്നും മലയാളത്തിലേക്കോ അതല്ലെങ്കിൽ മദർ ടങ് ഏതാണോ അതിലേക്കോ വിവർത്തനം ചെയ്യാനുള്ള ഒരു കഴിവ് ആർജിച്ചെടുക്കുക. ഇതിന്റെ അകത്ത് അഅറാദു ദിറാസത്ത് ലുഗത്തുമായി ബന്ധപ്പെടാത്തത് നിങ്ങൾ എല്ലാവരും ഓപ്ഷനിൽ ചെയ്തതുപോലെ അദാഇൽ ഫുനൂനിൽ ജമീല വ അൽആബി ഖവിയിൽ ബദനിയ. ഈ ഒരു ഓപ്ഷൻ ശരിയായവർ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ശരിയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പൊ മാഷാ അല്ലാഹ് ഒരുപാട് പേർക്കും ശരിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഹാൻഡ് ബുക്കിലുള്ള ആ ഭാഗം നമുക്ക് നോക്കാം. അഅറാദു ദിറാസത്തി ലുഗത്തുൽ അറബിയ, ഞാൻ കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അഅറാദു ദിറാസത്തി ലുഗത്തുൽ അറബിയ എന്നുള്ളത്. കഴിഞ്ഞ UP പരീക്ഷയ്ക്ക് ചോദിച്ചു, ഹൈസ്കൂൾ പരീക്ഷയ്ക്ക് ചോദിച്ചു, ഈ കഴിഞ്ഞ UPക്കും ചോദിച്ചു. ചിലപ്പോ ഇനി LPക്കും ചോദിക്കാം, കാരണം ഇത് ഹാൻഡ് ബുക്കിൽ ഉള്ളതാണ്. ഇപ്പൊ നന്നായിട്ട് ഹാൻഡ് ബുക്ക് വായിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്താണ് അൽ ഇക്തിസാബി മഹാറാത്തു ലുഗത്തുൽ അർബ, എന്താണ് 4 സ്കില്ലുകൾ അക്വയർ ചെയ്യുക. നമുക്കറിയാം 4 സ്കില്ലുകൾ എന്നുള്ളത് നമ്മൾ 1000 വട്ടം പറഞ്ഞതാണ്. LSRW അല്ലെ, ഇസ്തിമാഅ്, തഹദ്ദുസ്, ഖിറാഅത്ത്, കിതാബത്ത്. അപ്പൊ 4 സ്കില്ലുകളും അക്വയർ ചെയ്യുക എന്നുള്ളത് ഒരു അറബി ഭാഷാ പഠിതാവിന്റെ ലക്ഷ്യമാണ്. ഇനി ഇക്തിസാബിൽ കഫാഅത്ത് ജമീഉൽ മഅലൂമാത്തി അൻ തരീഖിൽ ലുഗത്തുൽ അറബിയ, അറബി ഭാഷാ മെത്തേഡ് അഥവാ അറബി ഭാഷയിലുള്ള എല്ലാ അറിവുകളും നമ്മൾ നേടുകയും അതേപോലെ തന്നെ ഒരു കോമ്പിറ്റൻസി എന്ന് വെച്ചാൽ കഴിവ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, കോമ്പിറ്റൻസി എന്ന് വെച്ചാൽ കഴിവ് എന്നൊക്കെ പറയാൻ പറ്റും. അതായത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ എല്ലാ കഴിവുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അൽ ഇക്തിസാബു അൽ മുഖദ്ദറത്തു അല തദവ്വുഖിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ അൽ അദാഉൽ അഅമാലുൽ ഇബ്ദാഇയ അൻ തുരീഖിൽ ലുഗത്തുൽ അറബിയ, നമ്മുടെ എന്താണ് ക്രിയേറ്റിവിറ്റികളൊക്കെ അറബി ഭാഷയിലൂടെ നമ്മൾ പ്രവർത്തിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്, പ്രസന്റ് ചെയ്യുക എന്നുള്ളത്.
അതുപോലെ ഇക്തിസാബി മലിക്കത്തി തർജുമ മിനൽ അറബിയ ഇലൽ ലുഗത്തുൽ ഉമ്മി വബിൽ അക്സ്. കണ്ടോ, ആ പോയിന്റ് അതേപോലെയാണ് ചോദിച്ചിട്ടുള്ളത്. അറബി ഭാഷയിൽ നിന്നും മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്നും അറബിയിലേക്കും വിവർത്തനം ചെയ്യാനുള്ള കഴിവ് ആർജിച്ചെടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അറബിയ, അറബി ഭാഷയിൽ പഠിക്കാൻ വേണ്ടി കുട്ടികളെ പ്രചോദിപ്പിക്കുക. തർഗീബ് എന്ന് വെച്ചാൽ പ്രചോദിപ്പിക്കുക. അടുത്തത് അൽ മഅരിഫത്തി തുറാസി സഖാഫിൽ ലിൽ അറബിയ വ ഇസ്തിഅയാബിഹി, അറബ് പൈതൃകത്തിന്റെ ഒരു സാംസ്കാരിക പൈതൃകത്തെ കുറിച്ച് ഒരു അറിവ് നൽകുകയും ഇസ്തിഅയാബിഹി, അത് നമുക്ക് പ്രയോഗിക്കാനുള്ള ഒരു കഴിവും ഉണ്ടാക്കിയെടുക്കുക, അതിനുള്ള ഒരു അറിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് തസ്ലീഹി ദാരിസീന ബിൽ മഹാറാത്തി അൽ ലുഗവിയ്യത്തുൽ മത്ലൂബ ഫി മജാലിൽ അമാൽ ഫി മജാലാത്തുൽ അമാൽ, അതായത് ഈ നമ്മുടെ ഒരു ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന മണ്ഡലത്തിൽ ആവശ്യമായിട്ടുള്ള ഭാഷാ സ്കില്ലുകൾ നേടിയെടുക്കാൻ വേണ്ടി ഒരു വിദ്യാർത്ഥികളെ നന്നാക്കി എടുക്കുക അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ശരിപ്പെടുത്തിയെടുക്കുക എന്ന് പറയും. ഇപ്പൊ നമുക്കറിയാം, ഒരു പഠനം ലാംഗ്വേജ് സ്കില്ല് നേടിയ ഒരൊറ്റ കാരണം കൊണ്ട് അവൻ അധ്യാപകൻ മാത്രമാവൂല, അവനൊരു ബിസിനസ്മാൻ ആകാം, അല്ലെങ്കിൽ അവനക്ക് ഒരു പ്രഭാഷകനാകാം, എന്തുമാകാം. പക്ഷെ പഠിക്കുന്ന സമയത്ത് ലാംഗ്വേജ് നന്നായി പഠിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തേ പറ്റും, എല്ലാ മേഖലകളിലും പ്രക്ഷോഭിക്കാൻ പറ്റും എന്നുള്ളതാണ്. എവിടെയും സംസാരിച്ചു നിൽക്കാൻ അറിയുന്നവൻ ആ മേഖലയിൽ ഏറ്റവും നല്ല ഉന്നതിയിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളില് ഏതെങ്കിലും ഒരു പോയിന്റ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നിടാവോ, നമ്പർ ഏതെങ്കിലും ഇടാവോ, ഏതെങ്കിലും ഒരു പോയിന്റ് ജസ്റ്റ് ഇടാവോ. തസ്ലീഹ് എന്ന് വെച്ചാൽ നന്നാക്കാൻ അർത്ഥത്തിലാണ്, നന്നാക്കാൻ. വേറെ ഒന്നും കുഴപ്പമില്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കാണ്. ആ വിശ്വാസത്തിലാണ് ഞാൻ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നത്. മിൻ ഖവാഇദി അൽ അമൽ ഫിൽ മജ്മുഅ, മിൻ ഖവാഇദി അൽ അമലി ഫിൽ മജ്മുഅ, ഒരു ആക്ടിവിറ്റി, ഒരു ഗ്രൂപ്പിൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന്റെ നിയമം എന്താണ്? മുഷാറക്കത്തുൽ അദവാത്തി മഅ സുമല, ഈ ടൂളുകളൊക്കെ തന്നെ എന്ത് ചെയ്യുക, തന്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുക. ഹസനുൽ ഇസ്തിമാഇ ഇല സുമലാഇ വഹും യതകല്ലമൂൻ, അവർ സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അവരോട് നന്നായി പെരുമാറുക. അത്തനാഫുസി വ മുഹാവലത്തുൽ ഗലബതി അലൽ ആഖിരി, എന്ത് ചെയ്യണം? അത്തനാഫുസ്, മത്സരിക്കണം. വ മുഹാവലത്തുൽ ഗലബതി അലൽ ആഖിരി, മറ്റുള്ളവരുടെ മേൽ എന്ത് ചെയ്യുക, അവരെ തോൽപ്പിച്ച് മുന്നേറാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത്. അപ്പൊ ഒരു ഗ്രൂപ്പ് ലേണിങ്ങിൽ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടുള്ള പഠനത്തിൽ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണോ? മുഷാറക്കത്തുൽ അദവാത്തി മഅസുമല മാത്രം മതിയോ? അതല്ല ഒന്നും രണ്ടും ആവശ്യമുണ്ടോ? അതല്ല മൂന്നാമത്തത് മാത്രം ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തെ മാത്രം ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. പെട്ടെന്ന് ആൻസർ ചെയ്യണേ എല്ലാവരും. കുറെ ആൾക്കാർ ആൻസർ ചെയ്യാതെ മടി പിടിച്ചിരിക്കുകയാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് തെറ്റണം, ശരിയാക്കണം, അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്. പക്ഷെ നിങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. കാരണം എന്നാലേ പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഓർമ്മയുള്ളൂ. ഇന്നലെ പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു കുട്ടി നന്നായിട്ട് സങ്കടപ്പെട്ട് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, സാറേ ഞാന് നന്നായി അറിയാവുന്ന പല ചോദ്യങ്ങളും തെറ്റിച്ചു. കാരണം സാർ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കും, എനിക്ക് സാറിന്റെ ഈ സിമ്പിൾ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് എന്തെടുക്കാനാന്നാ ചോദിച്ചത്. പക്ഷെ അങ്ങനെ അറ്റൻഡ് ചെയ്തവരോട് മറ്റൊരാൾ ഇന്നലെ പറഞ്ഞത്, ഞാൻ അന്ന് ടെസ്റ്റ് ചെയ്ത സമയത്ത് ആ ക്വസ്റ്റ്യൻ തെറ്റിയിരുന്നു, അതുകൊണ്ട് സാറേ ഈ ക്വസ്റ്റ്യൻ എനിക്ക് ശരിയാക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ ഏത് അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. കാരണം പരീക്ഷ ഹാളിൽ തെറ്റാവാതിരിക്കാനാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഓപ്ഷൻ എയും ബിയും ശരിയാണ്. അതായത് മുഷാറക്കത്തുൽ അദവാത്തി മഅ സുമല, നമ്മളുടെ ടൂളുകളൊക്കെ, അതായത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുമായി ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നന്നായി കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കലവില കൂടാണ്ട് മറ്റുള്ളവർ പറയണൊക്കെ നന്നായിട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ മറ്റുള്ളവരെ തോൽപ്പിച്ച് മുന്നേറാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി അടുത്തൊരു ചോദ്യം, മിൻ തുർക്കി തദ്രീസിൽ മുബാഷിർ, ഡയറക്റ്റ് മെത്തേഡിൽ പെട്ടത് എന്താണ്? അൽ ഇലാം വൽ വസ്ഫി വശർഹ്. ഇലാം എന്ന് വെച്ചാൽ അറിയിക്കാന്, വൽ വസ്ഫ് വിശദീകരിക്കാൻ, വശർഹ് വിശദീകരിക്കാൻ. രണ്ടും വിശദീകരിക്കലൊക്കെ തന്നെ. അതുപോലെ തന്നെ അറുദുൽ ബയാനാത്ത്, അവതരണം നടത്താൻ,
വനമൂദജ അതായത് മാതൃക കാണിക്കുക, തദ്രീബ് എന്നിട്ട് എന്ത് ചെയ്യുക, അവയെ മേൽ എക്സസൈസ് ചെയ്യുക. മുറാക്കബത്തുൽ മുമാറസ അതായത് നമ്മൾ ഒരു എന്താണ് ഒരു പ്രാക്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്, അതിനെ നമ്മൾ നിരീക്ഷിക്കുക. തദഖലൻ നഷ്ത് അവരുടെ ആ കാര്യത്തില് അത് വെറുതെ നമ്മൾ നിരീക്ഷിച്ചാൽ മാത്രം പോരാ, അതില് എന്ത് ചെയ്യുക, സജീവമായ ഇടപെടലുകൾ അധ്യാപനം നടത്തുക. ഒരു കണ്ടന്റ് പഠിപ്പിക്കുന്ന സമയത്ത് വളരെ വിശദീകരിച്ച് കൊടുക്കുക. ഒരു കണ്ടന്റ് വെറുതെ പറഞ്ഞു പോകാതെ അതിൻ്റെ അകത്തുള്ള മോഡലുകളും കൊടുക്കുക. മോഡൽ അനുസരിച്ച് കൊണ്ട് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കൊടുക്കുക. ആ പ്രാക്ടീസിൽ അവരെ നിരന്തരം എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. അവര് പരിശ്രമിക്കുന്നുണ്ടോ, അവരുടെ ആ ഒരു പ്രാക്ടീസിൽ അവരെ നിരന്തരം നമ്മൾ നിരീക്ഷിക്കുക. ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് മെത്തേഡ് എന്നുള്ളതിൻ്റെ അകത്ത് ഇതെല്ലാം വേണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഡയറക്റ്റ് മെത്തേഡ് എന്നുള്ളത് പറഞ്ഞാല് നിങ്ങൾക്കിത് ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഡയറക്റ്റ് മെത്തേഡ് എന്താണെന്ന് അറിയുകയും ഡയറക്റ്റ് മെത്തേഡുമായി ബന്ധപ്പെട്ടിട്ട് നല്ല രൂപത്തിൽ നോളജ് ഉള്ള ഒരാളെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് നോക്കാം നമുക്ക്. ഞാൻ അതാണ് പറയുന്നത്, പെഡഗോജി കണ്ടന്റ് പഠിച്ചിട്ട് എഴുതാന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. ഇൻഡയറക്റ്റ് ആയിട്ട് കുറെ ചോദ്യങ്ങൾ വരും. ഇവിടെ എന്താ പറഞ്ഞത്, ഒരു കണ്ടന്റിന് എന്ത് ചെയ്യാ, വിശദീകരിച്ച് കാര്യങ്ങൾ കൊടുക്കുക. കാരണം അറബി ഭാഷയിൽ തന്നെ നമ്മൾ പറയുന്ന സമയത്ത് അതിനെ വെറുതെ അറബി പറഞ്ഞു പോയ കുട്ടികൾക്ക് മനസ്സിലാവൂല. അതുകൊണ്ട് നമ്മൾ വിശദീകരിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യകരമായിട്ടുള്ള എന്ത് കൊടുക്കണം, മോഡലുകൾ കാണിച്ചു കൊടുക്കണം. എങ്കിലേ അവന് മനസ്സിലാവുള്ളൂ. ഇപ്പൊ കലമ് എന്ന് പറഞ്ഞ് കുറെ നേരം എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂല. നമ്മളൊരു പേന കാണിച്ചു കൊടുത്തതിന് അപ്പം അവന് മനസ്സിലാവും എന്താണ് ഹദ കലം, ഇതൊരു പേനയാണെന്ന് അവന് മനസ്സിലാവും. അതുപോലെ തന്നെ അവൻ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തതിനാൽ നമ്മൾ അവന് പിന്തുടർന്നു കൊണ്ടേയിരിക്കും. ഒരു എക്സാമിനേഷൻ, ഇപ്പൊ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു എക്സാമിനേഷൻ ഇട്ടു എന്ന് പറഞ്ഞാൽ എന്റെ കാര്യം കഴിയൂല. അവനത് ചെയ്തിട്ടുണ്ടോ എന്ന് നിരന്തരം ചോദിക്കണം, അല്ലെ? ചീത്തയൊക്കെ നന്നായിട്ട് തരണം, അങ്ങനെയല്ലേ? അല്ല, ചീത്ത എന്നാലേ നിങ്ങൾ ചെയ്യുള്ളൂ, അങ്ങനെയല്ലേ? ചീത്ത തരണ്ടേ? ചീത്ത വിളിക്കണം, എന്നാലും നിങ്ങൾ ചെയ്യുള്ളൂ. അതെന്താണ്, എപ്പോഴും അവർക്ക് പ്രാക്ടീസുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അവരെ പിന്തുടരുകയും ചെയ്യുക, മുറാക്കബത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ ഡയറക്റ്റ് മെത്തേഡ് എന്നുള്ള ഒരു ആശയം വരുന്നത് എന്താണ്, തഅല്ലുമുൽ ലുഗത്തി മിനൽ ഇസ്തിമായി വ തഅല്ലുമുൽ കലാമി മിനൽ തകല്ലുമി. അതായത് ഒരു ഭാഷ പഠിക്കേണ്ടത് കേട്ടുകൊണ്ടും ഒരു ഭാഷ സംസാരിക്കേണ്ടത് സംസാരിച്ചു കൊണ്ടുമാണ് എന്ന ഒരു ആശയത്തിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഡയറക്റ്റ് മെത്തേഡ് ഉത്ഭവിക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരു വ്യക്തി ഭാഷ പഠിക്കേണ്ടത് കേട്ടുകൊണ്ടാണെന്നും സംസാരിക്കേണ്ടത് അവൻ സംസാരിച്ചു കൊണ്ട് തന്നെയാണ്. അതായത് നമ്മൾ പറയാറുണ്ട് എന്താണ്, ഒരു കടലി കൊണ്ട് നിട്ടാലേ അവൻ എന്ത് ചെയ്യുള്ളൂ, പഠിക്കോളൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സുമ്മിയത്ത് ബി ത്വരീഖത്തുൽ മുബാശറ ലി അന്ന തഅല്ലുമു ഫീഹാ യത്മു ബി റുബത്തുൽ മുബാശറ. അതായത് പരസ്പരം ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിലൂടെയാണ് പഠനത്തെ നടക്കുന്നത്. ബൈനൽ കലിമാത്തുൽ അജ്നബിയ എന്താണ്, വൽ ഇബാറാത്തി വൽ അഷിയ വൽ അഹദാസ് അല്ലതി തദല്ലു അലൈഹി ബിദുനി ഇസ്തിഖ്ദാമിൽ ലുഗത്തിൽ ഖൗമിയ മിൻ ജാനിബിൽ മുദരിസ്. അതായത് വൈദേശികമായിട്ടുള്ള അല്ലെങ്കിൽ വിദേശ പദങ്ങളെ നമ്മുടെ സാധാരണയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഭാഷയിലേക്ക് വരാതെ അതുമായി ബന്ധപ്പെട്ട സൂചകങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ എന്താണ്, ഇപ്പൊ പേന കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കലം എന്ന് പറഞ്ഞാൽ കുട്ടി ഓട്ടോമാറ്റിക്കലി പറയും അത് പേനയാണെന്ന് പറയും. അതേപോലെ എന്ത് ചെയ്യാ, മാതൃഭാഷ ഉപയോഗിക്കാണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. തഅലീമുൽ ലുഗത്തി ഫി ജൗവി ബിഇഖ്തിലാഖി ബിഅത്തിൻ മുനാസിബ ബിഗൈരി ഇഅ്തിമാദി ലാ തർജമ. വിവർത്തനത്തിലേക്ക് കടക്കാതെ, വിവർത്തനത്തെ അവലംബിക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ്, ഭാഷ പഠിപ്പിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഭാഷ പഠിപ്പിക്കലാണ് തഅലീമുൽ ലുഗ. ഭാഷയെ പഠിപ്പിക്കുന്നു ഫി ജൗവിൻ, ഒരു അന്തരീക്ഷത്തിൽ, ബിഇഖ്തിലാഖി ബിഅ, ഒരു എന്താണ് അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട്, മുനാസിബത്തിന് അനുയോജ്യമായ, ബിഗൈരി ഇഅ്തിമാദി ലാ തർജമ വിവർത്തനത്തിലേക്ക് ആവശ്യമില്ലാതെ. അപ്പൊ ഇവിടെ ഇർബത്തുൽ മുഅല്ലിമുൽ അൽഫാദ് ബിൽ അഷ്യാഇ അല്ലദി യുറാദു ബിഹാ മുബാശറതൻ ബിഗൈരി വാസിതത്തിൽ മഅന. നമ്മൾ എന്താണ്, നമ്മൾ നേരത്തെ ആശയം പറയാതെ തന്നെ എന്ത് ചെയ്യാണ്, അതുമായി ബന്ധപ്പെട്ട മറ്റു പദങ്ങൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ആ മലയാളം എഴുതിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങളൊന്ന് വായിച്ച് ശ്രമിക്കാം. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാണ്. അത് ക്ലിയർ ആയോ നിങ്ങൾക്ക്?
ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ ത്വരീഖത്തുൽ മുബാഷിറ എന്താണെന്ന് പറഞ്ഞോ? ഇനി ത്വരീഖത്തുൽ മുബാഷിറയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി നമുക്ക് ഡിസ്കസ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോ അത് അത്രയും പറഞ്ഞു പോകാൻ സമയം ഇല്ലാത്തത് കൊണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, മിനൽ അഗ്റാദില്ലദി യശ്തമിലു അലൈഹൽ മജാലുൽ മഅറഫി, കൊഗ്നിറ്റീവ് ഡൊമൈനിൽ ഉൾക്കൊള്ളിട്ടുള്ള തുറന്നുകൾ എന്തൊക്കെയാണ്? ഞാന് ബ്ലൂംസ് ടാക്സോണമി നിങ്ങൾക്ക് ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ പരീക്ഷയിൽ അഴകീറി ഇറങ്ങി ചോദിച്ചൊരു ഭാഗമാണ്. അപ്പൊ നിങ്ങൾ ഈ പരീക്ഷയിൽ ചോദ്യം പ്രതീക്ഷിക്കണം. പക്ഷെ അത്രയേറെ ഡീറ്റെയിൽ ആയിട്ട് വരൂന്നൊന്നും ഞാൻ പറയൂല. ഇത് ഞാൻ പറയൂല എന്നതിന്റെ പേര് നിങ്ങൾ പഠിക്കാതിരിക്കണ്ട. കഴിയുമെങ്കിൽ പഠിക്കുക. പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാ, ജസ്റ്റ് കണ്ടന്റ് മാത്രം മനസ്സിലാക്കി പോവുക എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പഠിപ്പിക്കാതെ വിടാൻ പറ്റൂല എന്ന് പറഞ്ഞു. കാരണം അത്രയും നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഏകദേശം 1 മണിക്കൂർ കംപ്ലീറ്റ് ഈ 3 ഡൊമൈനും പറയാൻ വേണ്ടി നമ്മൾ ചിലവഴിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ സംഭവിച്ചു അല്ലേ? നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ട് നിങ്ങൾ എക്സാം ഹോളിൽ പോകാനേ ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾ ടെൻഷൻ അടിച്ചവർക്ക് ഇത് തെറ്റിപ്പോവും. ടെൻഷൻ അടിക്കാത്തവർക്ക് നമ്മളെ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇപ്പൊ അത് പഠിക്കും അല്ലെ? ഇവിടെ എന്താണ് പറഞ്ഞത്? ഫഹ്മു വൽ ഇസ്തിയാബ് ആണോ? മാരിഫ നോളജ്. ഫഹ്മു വൽ ഇസ്തിയാബ് എന്ന് വെച്ചാൽ നമുക്കറിയാലേ എന്താണ് കോംപ്രഹെൻഷൻ എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അകത്ത് അലിഫും താവും മാത്രമേ ഉള്ളൂ. അതായത് കോംപ്രഹെൻഷനും ഉണ്ട്, നോളജും ഉണ്ട്. അപ്പോ നമുക്കിതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ പറയുന്ന എന്താണ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. 1960-കളിൽ 1950-കൾക്ക് ശേഷം 1960-കളൊക്കെ ആകുന്ന സമയത്ത് ഇംഗ്ലണ്ടിൽ വല്ലാത്തൊരു എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് സാധിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് കുറെ എഡ്യൂക്കേഷനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ബിഹേവിയറിസത്തിൽ നിന്ന് മാറി അവർ നേരെ എവിടേക്ക് ചാടാണ്? കൺസ്ട്രക്റ്റിവിസ്റ്റിലേക്ക് കടക്കാൻ. ഈ സമയത്ത് ബ്ലൂംസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങള് ഒരു ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടത്തെയുള്ള ആൾക്കാർ ശ്രമിക്കണം. അങ്ങനെ ബ്ലൂം എന്ന് പറയുന്ന ഒരു വ്യക്തി കൊഗ്നിറ്റീവ് ഡൊമൈൻ കൊണ്ടുവരാണ്. പിന്നീടാണ് എഫക്റ്റീവ് ഡൊമൈനും സൈക്കോമോട്ടർ ഡൊമൈനൊക്കെ കൊണ്ടുവന്നത്. നമ്മൾ ക്ലാസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഡൊമൈനും ആരാണ് കൊണ്ടുവന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോ കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഒരു കുട്ടി വെറുതെ പഠിക്കൂല. ഒരു കുട്ടിയുടെ പഠനം വെറുതെ നടക്കൂല. കൃത്യമായ ഡൊമൈൻ അനുസരിച്ച് കൊണ്ട് മാത്രമേ അവൻ പഠിച്ചു പോവുള്ളൂ. അതെന്താണെന്ന് നിങ്ങൾക്ക് ഇത് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ അദ്ദേഹം ഒരു 2001 കൂടി നമുക്ക് നിലവിൽ വന്ന 3 ഡൊമൈനുകളാണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ അഥവാ അഹ്ദാഫുൽ മഅറഫ, വിജ്ദാനിയ അഥവാ അഫക്റ്റീവ് ഡൊമൈൻ, മഹാറ അഥവാ സൈക്കോമോട്ടർ ഡൊമൈൻ. അങ്ങനെ 3 ഡൊമൈനുകളാണ് നമുക്ക് നിലവിലുള്ളത്. കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടർ ഡൊമൈൻ. അപ്പൊ ഇതിന്റെ അകത്ത് കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? അൽ മജാലുൽ അമലിയാത്തുൽ അഖ്ലിയ, നമ്മുടെ ബുദ്ധിപരമായ കൊഗ്നീഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നേരെ ചെന്നെത്തുന്ന വേർഡ് എന്തായിരിക്കണം? ഞാൻ അന്ന് പറഞ്ഞതാണ്. കൊഗ്നീഷൻ എന്ന് കേട്ടാൽ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വേറെ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവണ്ട അല്ലെ? മഅറഫ എന്ന് വെച്ചാൽ അറിവാണ്. അപ്പൊ നമ്മുടെ ബുദ്ധിയാണ്. തലച്ചോറുള്ളവരുടെ കാര്യമാണ്, ഇല്ലാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പൊ എന്തായാലും നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് എന്തുണ്ടാവും? അക്കലുണ്ടാവും, ബുദ്ധി ഉണ്ടാവും, നോളജ് ഉണ്ടാവും അല്ലെ? ഇത് രണ്ടും ഉണ്ടാവൂലേ? ഇത് രണ്ടും ഉണ്ടാവണ്ടേ? ഇത് രണ്ടും ഉള്ളവര് ഞാൻ അന്ന് പറഞ്ഞ കാര്യമാണ് ആവശ്യമുള്ള സമയത്ത് ഇസ്തിദ റിമെമ്പർ ചെയ്യണം, റീകോളിംഗ് എന്ന് പറയും. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എന്താ? പ്രയോഗവൽക്കരണം നടത്തണം ഇല്ലേ? നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്ക്. ഫഹ്മു വൽ ഇസ്തിയാബ് കണ്ടോ? മഅരിഫ. ആ ഒരൊറ്റ വാക്ക് പഠിച്ചവന് കിട്ടും കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്താണെന്നുള്ളത്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നിങ്ങളെ കംപ്ലീറ്റ് പഠിക്കണ്ട, ഈ ഒരൊറ്റ വാക്ക് പഠിച്ചവൻ എന്ത് കിട്ടും? ഈ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കാണ്. മൊത്തത്തില് 6 മേഖലയാണ് ഇതിനുള്ളത്. മിനൽ ബസീത് ഇലൽ മുഅക്കദ്, സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള രൂപത്തിലാണ് ഉള്ളത്. നമുക്ക് നോക്കാം. ഒന്ന് നോളജ് ലെവല്, അതവനെ മഅറിഫ എന്ന് പറയാറുണ്ട്, നോളജ് ലെവല്. ഇനി കോംപ്രഹെൻഷൻ അഥവാ ഇസ്തിയാബ്, കോംപ്രഹെൻഷൻ. ആപ്ലിക്കേഷൻ, അപ്ലൈ ചെയ്യുക എന്നുള്ളത്. പിന്നെ അനാലിസിസ്, അനലൈസ് ചെയ്യുക എന്നുള്ളത്.
പിന്നെ തർക്കീബ് എന്ന് വെച്ചാൽ സിന്തസിസ് എന്നുള്ളതാണ്. പിന്നെ ഒന്ന് എന്താണ് തർക്കീബ്, ഇവാലുവേഷൻ. ഇങ്ങനെയുള്ള 6 മേഖലകൾ അടങ്ങിയിട്ടുള്ളതാണ് എന്ത് നമ്മുടെ കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്നുള്ളത്. അപ്പൊ ഞാനന്ന് നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമാണ് KCA/SC എന്ന് പഠിച്ചിരുന്നാൽ മതി അല്ലെ. KCA²SC എന്ന് പറഞ്ഞിരുന്നു. എന്താണ് KCA²SC എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾ വേറെ ഒന്നും കഷ്ടപ്പെട്ട് നോളജ്, കോംപ്രഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ മനപ്പാടാക്കണ്ട. KCA²SC എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കിട്ടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് K നോളജ്, കോംപ്രഹെൻഷൻ, C ആപ്ലിക്കേഷൻ ആൻഡ് അനാലിസിസ്, A², S സിന്തസിസ്, E ഇവാലുവേഷൻ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പൊ നോളജ് എന്ന് വെച്ചാൽ നമുക്ക് ഒബിയസ്ലി അറിയാം, അത് നോളജ് എന്ന് വെച്ചാൽ അറിവാണ് അല്ലെ. മഅരിഫ, അബു ദാക്കിറ. ഇസ്തിഅയാബ് എന്ന് വെച്ചാൽ എന്താണ് കോംപ്രഹെൻഷൻ. നമ്മള് എല്ലാ ടെക്സ്റ്റ് ബുക്കിലും നമ്മൾ പറയാറുണ്ട് അല്ലെ, ഇസ്തിഅയാബ് ചെയ്യുക. ഇസ്തിഅയാബിന് സ്കില്ല് വേണമെന്ന് പറയുന്നത്, കോംപ്രഹെൻഷൻ ചെയ്തെടുക്കാന്ന് പറയുന്നത് നമുക്ക് അറിയാത്ത ഒരു വാക്കല്ല. പിന്നെ ആപ്ലിക്കേഷൻ, തത്ബീക്ക്. നമുക്ക് എന്താണ് അന്നഹു തത്ബീക്കി എന്ന പേരിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ ഉള്ളത് കൊണ്ട് ആ വാക്ക് കിട്ടാനും വലിയ പാടില്ല. തഹ്ലീൽ സിമ്പിൾ വാക്കാണ്, അനലൈസ് ആണ്, നമുക്കറിയാം. തർക്കീബ് എന്നുള്ളത് നമ്മൾ നെഹ്വ് കേൾക്കുന്ന തൊട്ടേ നമുക്കറിയാവുന്ന വാക്കാണ്, അതും കിട്ടാൻ വലിയ പാടൊന്നുമില്ല. സിന്തസിസ് ആണ്. ഇനി ഇവാലുവേഷൻ എന്നുള്ളത് എന്താണ് തക്വീമാണ്, അത് നമുക്കറിയാം. ഇനി ഈ സ്കില്ലിനെ തന്നെ അദ്ദേഹം 2 രൂപത്തിൽ തിരിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് ബേസിക് ലെവൽ ഉണ്ടാകേണ്ട സ്കില്ലുകളാണ് നോളജ് ലെവൽ, കോംപ്രഹെൻഷൻ ലെവൽ, ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയാം. ഒരു കാര്യത്തെ കുറിച്ച് അറിയുക, അത് മനസ്സിലാക്കുക, അത് അപ്ലൈ ചെയ്യുക. ഇത് 3 ബേസിക് സ്കില്ലാണ്. കിട്ടിയോ? എന്താണ് ഒരു നോളജിനെ കുറിച്ച് അറിയുക, മനസ്സിലാക്കുക, അപ്ലൈ ചെയ്ത് എന്താണ് ബേസിക് സ്കില്ലാണ്. എന്നാൽ അതിനൊന്ന് ഇഴകീറി വിശദീകരിച്ചുകൊണ്ട് പരിശോധിക്കുക, തർക്കീബ് പറയുക, ഇവാലുവേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി വലുതാണ്. ഞാൻ സിമ്പിളാക്കി മനസ്സിലാക്കി തരാം. ഇപ്പോ നഹുൽ വാദിഹിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ, അതാണ് ഒരാളെ മുസ്ലിയാണ്, നമ്മുടെ ഫൈറൂസ് മാഷിനെ ഒന്ന് വിശദീകരിക്കുകയാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് അറിവുണ്ട്, അത് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റൂന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. പക്ഷെ ഒരാൾ വന്ന് നമ്മളോട് പറയാണ് ഇതെന്താണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ ഒന്ന് വിശദീകരിക്കും. പക്ഷെ ആരിസാറൊക്കെ എന്ത് ചെയ്യും, അത് എന്തുകൊണ്ട് വന്നു എന്നും അത് എങ്ങനെയൊക്കെയാണ് അത് വരാൻ കാരണമെന്നും എന്തുകൊണ്ട് നിങ്ങളുടെ ഉത്തരം തെറ്റായി എന്നും ഹാരിസാർ ഉൾപ്പെടെയുള്ള വളരെ വലിയ പണ്ഡിതന്മാർക്ക് പറയാൻ പറ്റും. ഇപ്പൊ മനസ്സിലായോ എന്താണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന്? മനസ്സിലായോ? സംജാ? ഹലോ, ഓക്കെ. ഇനി ഇതിന് തന്നെ ഒരുപാട് സബ് ഡൊമൈനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി അടുത്ത വൈകാരികമായിട്ട് ഒരു മനുഷ്യന് ബുദ്ധി മാത്രമല്ല ഉണ്ടാവണേ. നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്, നിങ്ങൾക്ക് തലച്ചോറ് മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും ആവോ? തലച്ചോറ് മാത്രം ഉണ്ടെങ്കിൽ വല്ല കാര്യമാവോ? തലച്ചോറ് വെച്ച് വല്ല കാര്യം നടക്കുമോ? നിങ്ങൾക്ക് ചിന്തിച്ചാൽ മാത്രം മതിയോ? ഒരാൾ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകാരികമായ ഒരു തരത്തിൽ നിങ്ങൾ എടുക്കാറില്ലേ? അതിനെ നമ്മൾ ഒരു കാര്യം റിസീവ് ചെയ്യാന്ന് പറയും, ഇസ്തിഖ്ബാൽ ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് അതിന് വേണമോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യണം. ഇപ്പൊ അജുസാറ് പഠിക്കാൻ പറയണ സമയത്ത് അജുസാറാണ് പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കണത്, വേണമെങ്കിൽ പഠിക്കാം എന്ന് ആലോചിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എനിക്ക് നൽകുന്ന വാല്യൂ എന്താ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാവുമല്ലോ. അജുസാറ് പറഞ്ഞ വേണമെങ്കിൽ പഠിച്ചാൽ മതിയല്ലോ. നിങ്ങളത് റെസ്പോണ്ട് ചെയ്യും. വേണമെങ്കിൽ എന്താണ് ഒരു തംബ്നെയിൽ ഇടും, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ഇടും, രണ്ടിലെങ്കിലും ഒന്നേ ഇടാറുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താണ്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ആദ്യം ഒരു കാര്യം കേൾക്കുവാണ്. എന്റെ വോയിസ് നിങ്ങൾ ചിലപ്പോഴേ കേൾക്കാറുള്ളൂ, അതുകൊണ്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ റിസീവ് ചെയ്യാണ്. റിസീവ് ചെയ്തിട്ട് എന്താണ് നിങ്ങൾ ഓക്കെ സാർ എന്ന് പറയുന്ന റെസ്പോണ്ടിങ്, എന്നിട്ട് നിങ്ങൾ എനിക്ക് തരുന്ന വാല്യൂ, അതാണ് 3ാമത്തെ മെസ്സേജ്. പലപ്പോഴും നിങ്ങൾ റെസ്പോണ്ട് മാത്രം ചെയ്യും, വാല്യൂ തരാറില്ല. എന്നിട്ട് അടുത്ത ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക. ഞാൻ പഠനവുമായി പെട്ടെന്ന് പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമുക്ക് എന്താണ് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് അനലൈസ് നടക്കാണ്, റൈറ്റിൽ അനലൈസ് നടക്കാണ്. അപ്പൊ അനലൈസ് ഫസ്റ്റ് വീക്ക് അനലൈസേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക, അതിനൊന്ന് ഓർഡറേക്ക് എന്ത് ചെയ്യുക, പഠിക്കാം. അപ്പൊ നമ്മൾ കേട്ട പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, ആ കേട്ട കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യുക, തൻലീം ചെയ്ത് വെക്കുക എന്നുള്ളതാണ്.
അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഒരു ക്യാരക്ടർ ഫോർമൈസേഷൻ ഉണ്ടാവും. ഇപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒരു കുട്ടി നല്ലത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് പറയാണ്, നീ നാളെ മുതൽ സ്കൂളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അധ്യാപകൻ വന്നു കഴിഞ്ഞാൽ എണീക്കണം എന്ന് പറയാം. ആ എണീക്കണം എന്ന് പറയുന്നത് അത് ഒരു അധ്യാപകൻ പറയുമ്പോൾ അത് കേൾക്കുകയും അതനുസരിച്ച് വാല്യൂ ചെയ്യുകയും അത് ഏത് സമയത്താണ് എണീക്കേണ്ടതെന്ന് കൂടെ ഉണ്ട് കേട്ടോ. അധ്യാപകൻ ഇറങ്ങിപ്പോകുമ്പം ആഹ്ലാദിച്ച് എണീക്കണോ, അതല്ല കയറി വരുമ്പോ എണീക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. ഓർഗനൈസ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക, അതിലൂടെ ഒരു ക്യാരക്ടർ രൂപീകരിക്കും. തഷ്കീലുദ്ദീത്ത് എന്നൊക്കെ പറയും. ഇതാണ് അഫക്റ്റീവ് ഡൊമൈൻ. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന നമ്മുടെ വൈകാരിക തലത്താണ്. ക്ലിയർ ആയോ ഈ സാധനം? അഫക്റ്റീവ് ഡൊമൈൻ ക്ലിയർ ആയോ? ഇനി അടുത്തൊരു സാധനമാണ് സൈക്കോ മോട്ടോർ ഡൊമൈൻ എന്ന് പറയും. ഈ ഡൊമൈനെ തന്നെ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് സിംസൺ കൊണ്ടുവന്നിട്ടുള്ള ഡൊമൈനും ഉണ്ട്, പിന്നെ വേറെ ഒരാൾ കൊണ്ടുവന്നൊരു ഡൊമൈനും ഉണ്ട്. നമ്മൾ വേറൊരാൾ വന്നിട്ടുള്ള ഡൊമൈനാണ് പറയണത്. ഓക്കെ, ഞാൻ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല, കാരണം ഇത് ഓരോന്നും എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ. എനിവേ, ഇമിറ്റേഷൻ, മാനിപ്പുലേഷൻ, പ്രിസിഷൻ, ആർട്ടിക്കുലേഷൻ ആൻഡ് നാച്ചുറലൈസേഷൻ. ഇംപാൻ എന്നാ ഞാൻ പഠിക്കാറുണ്ടത്. ഇംപാൻ 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 എന്താണ്? ഇമിറ്റേഷൻ, മാനിപ്പുലേഷൻ, പ്രിസിഷൻ, ആർട്ടിക്കുലേഷൻ ആൻഡ് നാച്ചുറലൈസേഷൻ. ഇംപാൻ. എങ്ങനെ? ഒരു കാര്യം ഇമിറ്റേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുക. പ്രിസിഷൻ എന്ന് വെച്ചാൽ ഷോർട്ട് ആക്കുക എന്ന അർത്ഥത്തിലുണ്ട്. തറാബിത്തോ ആർട്ടിക്കുലേഷൻ എന്ന് വെച്ചാൽ കണക്ട് ചെയ്യുക. തത്ബീക്ക് അപ്ലൈ അല്ലെങ്കിൽ നാച്ചുറലൈസേഷൻ. ചിലപ്പോൾ നമുക്ക് ഈ തത്ബീക്ക് എന്നുള്ള വാക്ക് ചിലപ്പോൾ നമുക്ക് മാറിപ്പോകും. കാരണം തത്ബീക്ക് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ അപ്പം വരുന്ന ഒരു ഫസ്റ്റ് വാക്ക് എന്തായിരിക്കും? അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അപ്ലിക്കേഷൻ എന്നുള്ളതല്ല, നാച്ചുറലൈസേഷൻ എന്നുള്ളതാണ്. അഥവാ എന്താണ്? ഒരു സാധാരണ രൂപത്തിലായി മാറുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യാ? ആദ്യം ഇമിറ്റേറ്റ് ചെയ്ത് ശ്രമിക്കണം. ഉദാഹരണത്തിന് ഞാന് ഇപ്പോ നമ്മളിപ്പോ കുറെ അധ്യാപകരുടെ ക്ലാസ് കേട്ടു. അത് ഏറ്റവും നല്ല അധ്യാപകരുടെ ക്ലാസ് ഏതാണെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം? അവരെ പോലെ ആയി തീരാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ഇമിറ്റേറ്റ് ചെയ്യണം. അതിൽ ചില കാര്യങ്ങൾ അതേപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരും. അതിനകത്ത് ആവശ്യമുള്ള സാധനത്തിന് എന്ത് ചെയ്യുക? പ്രിസിറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത സാധനം തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുക. അത് സാധാരണ ഒരു സ്വഭാവത്തിലേക്ക് കൊണ്ടുവരിക. ഇതാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയാം. ക്ലിയർ ആയോ? ഈ സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തന മണ്ഡലവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി മണ്ഡലം എന്നല്ല, നമ്മുടെ എന്താണ്? സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിമാണ്. അപ്പൊ ബുദ്ധി, നമ്മുടെ വൈകാരികത, നമ്മുടെ പ്രവർത്തനം, ഇതാണ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയാം. സംജാ? ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയി എന്ന വിശ്വാസത്തിലൂടെ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ വരാണ്. മിൻ മുമയ്യിസാത്തി അത്തഅല്ലുമു തശാറുക്കി. തഅല്ലുമു തശാറുക്കിയുടെ ഒരു പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽപ്പെട്ടതെന്നാണ്, പ്രത്യേകതകളിൽപ്പെട്ടതെന്നാണ്. ബിഖഅത്തുല്ലാബി ഫി ഹാലത്തി ഇന്തിബാഹി വ തർക്കീസ്. എന്താണ്? ബഖാ തുല്ലാബ്, കുട്ടികളെ ബാക്കിയാക്കലാണ്. ഫി ഹാലത്തി ഇന്തിബാഹി വ തർക്കീസ്, അതായത് ശ്രദ്ധ ചെലുത്താനും അതോടൊപ്പം തന്നെ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാനും. അതുപോലെ തഅഹീലത്തുല്ലാബ്, കുട്ടികളെ സജ്ജരാക്കലാണ്. ഇതിൽ മുനാഖശത്തി സഫിയ, ക്ലാസ് ഡിസ്കഷനുകൾ. വഇയ്യത്തുല്ലാബ്, കുട്ടികൾക്ക് അവബോധം സൃഷ്ടിക്കലാണ്. ബി വുജൂദി ഫുറൂഖാത്തിൻ ഫി തഫ്കീരി ബൈനഹും, അവർക്കിടയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഇതിന്റെ അകത്ത് ഏതാണോ വരുന്നത്? എല്ലാം വരും. ഇപ്പം നമ്മളൊരു എന്താണ് തശാറുക്കി ആയിട്ടുള്ള പഠനത്തിൽ കുട്ടികൾ എന്ത് ചെയ്യാ കുട്ടികൾക്ക് നോളജുകൾ നമ്മൾ അവബോധം സൃഷ്ടിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ അവരെ എപ്പോഴും ശ്രദ്ധ ചെലുത്തി ഇരുത്തുക, അവരെ ക്ലാസ് ഡിസ്കഷനിൽ പങ്കെടുപ്പിക്കുക, അതേപോലെ തന്നെ അവരെ പരസ്പരം വേർതിരിച്ചുകൊണ്ട് ചിന്തകൾ കൊടുക്കുക. അതൊക്കെ തശാറുക്കിയിൽപ്പെട്ടതാണ്. ഇപ്പൊ കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് തശാറുക്കിയ എന്ന് പറയും, വൈഗോട്സ്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതായത് ഉസ്ലൂബൻ തഅലീമിൻ, ഒരു പഠന ശൈലിയാണ്. മബ്നിയൻ അലാ ഖലഖ ബിഅത്തിൻ ഫഅല, ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കലാണ്. തസ്മഹു ലിത്തുല്ലാബ്, തോലിബി, ഒരു വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ട് യതആവന മഅ ജമീഅ തോലിബി, എല്ലാ വിദ്യാർത്ഥികളുമായി പരസ്പരം ഇണങ്ങിക്കൊണ്ട്
വൈഷാറക്കമാകും ഫിബിനാൽ മുഹ്തവിയാത്ത്, ഒരു കണ്ടന്റ് പ്രിപ്പറേഷനിൽ എന്താണ് മറ്റുള്ളവരുമായി പങ്കു ചേർന്നുകൊണ്ട് പരസ്പരം കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ചെയ്തുകൊണ്ട് പങ്കെടുക്കുക എന്നുള്ള ഒരു പ്രവർത്തനം നടപ്പിലാക്കുക എന്നുള്ളതാണ് കൊളാബറേറ്റീവ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ മുഷാറക്കത്തുൻ ഫിആലത്ത് ബൈനത്തുല്ല, കുട്ടികൾക്കിടയിൽ പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇനി അടുത്ത ഒരു ചോദ്യം, മിൻ തജ്ഹീസാത്തു അദ്ദിറാസ, പഠന സജ്ജീകരണങ്ങൾ പെട്ടതെന്താണ്? അദവാത്തുൽ വസായിലു സമഉ ബൽസരിയ, എന്താണ് ഓഡിയോ വിഷ്വൽ എയ്ഡുകൾ ഉപയോഗിക്കുക. ഇൽക്കാ ഉൽ മുഹാദറ, ലെക്ചറിങ് നടത്തുക. ലായിഹാത്തുൽ അർദ്, പ്രസന്റേഷൻ, സ്ക്രീൻ പ്രസന്റേഷൻ നടപ്പിലാക്കുക. ഇത് ഒരുപക്ഷെ ഹാൻഡ് ബുക്കിലുള്ള ഒരു സാധനമാണ്. എന്നാൽ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പെഡഗോജിയെ കുറിച്ച് അല്ലെങ്കിൽ ടീച്ചിങ് എന്താണെന്ന് പറഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം പഠിക്കേണ്ട കാര്യമില്ലാത്ത ഒരു ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മനസ്സിലാക്കും. അതായത് ഈ ഇൽക്കാ ഉൽ മുഹാദറ എന്ന് വെച്ചാൽ ലെക്ചറിങ് നടത്തുക എന്നുള്ളതാണ്. ലെക്ചറിങ് നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഒരു തജ്ഹീസാത്താണോ? വസായിലു സമഇയയും എന്താണെന്ന് അറിയുന്ന ഒരാൾക്ക് ഇൽക്കാ ഉൽ മുഹാദറ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അപ്പൊ തന്നെ അത് കളയാൻ പറ്റും. ഇതൊന്നും നിങ്ങൾ പഠിക്കണം, ഞാൻ പറഞ്ഞുതരാം. വസായിലു സമഉ ബസ്രിയ എന്ന് വെച്ചാൽ ഓഡിയോ വിഷ്വൽ എയ്ഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓഡിയോ വിഷ്വൽ എയ്ഡ് ഉപയോഗിക്കുന്ന ഒരു ക്ലാസ്സിൽ സ്വാഭാവികമായിട്ടും സ്ക്രീൻ പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ നടക്കും. അവിടെ ലെക്ചറിങ് എന്നുള്ള ഓഡ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കാറേ ഇല്ല, അല്ലെ? നമ്മൾ അങ്ങനെ പറഞ്ഞല്ലേ, ഈ ഇൽക്കാ എന്ന് വെച്ചാൽ എപ്പോഴും ഈ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് റൂമുകളിൽ ഓഡ് വൺ ഔട്ടാണ് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി നിർത്തേണ്ട ഒരു സാധനമാണ് ലെക്ചറിങ് മെത്തേഡ് എന്ന് പറഞ്ഞത്. നമ്മളത് മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഓർക്കണുണ്ടോ നിങ്ങള്? ഞാൻ പലയാവർത്തി പറഞ്ഞൊരു കാര്യമാണ്. ഇൽക്കാ ഉൽ മുഹാദറ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ ഇന്ററാക്റ്റീവ് ക്ലാസ് റൂമുകളിൽ നമ്മൾ ഒഴിവാക്കണമെന്നുള്ളത്. അത് മാത്രം കിട്ടിയാലും നിങ്ങൾക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ 1 and 3 എത്താന്നുള്ളതാണ്. നമ്മൾ എന്നാൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കണ്ടന്റ് ആണ് തജ്ഹീസാത്തു ദിറാസ എന്നുള്ളതും അൽ ഫുറുസ് എന്ന് പറഞ്ഞ സംഭവം. അതായത് ഇപ്പോ നമ്മുടെ ക്ലാസ് തജ്ഹീസാത്തുകളിൽ പെട്ടതാണ്, അഥവാ ക്ലാസ്സിന്റെ സജ്ജീകരണങ്ങളിൽ പെട്ടതാണ് ലൈബ്രറി, ലേണിംഗ് ടൂളുകള്, പ്രൊജക്ഷൻ, ഓഡിയോ വിഷ്വൽ ടൂളുകള്, കമ്പ്യൂട്ടർ ലാബ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഉപകരണങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ ഫുറുസുകൾ, അവസരങ്ങൾപ്പെട്ട അഥവാ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസരങ്ങൾപ്പെട്ടതാണ് ചിൽഡ്രൻ പ്ലാറ്റ്ഫോമുകള്, അസംബ്ലി, അതുപോലെ തന്നെ ഡിസ്കഷൻ പ്ലാറ്റ്ഫോമുകള്, ഫെസ്റ്റിവൽസ്, അതുപോലെ ഡിസ്കഷൻ ഫോറംസ്, സ്റ്റഡി ടൂർ തുടങ്ങിയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് ഈ തജ്ഹീസാത്തു ദിറാസയിൽപ്പെട്ട കുറെ കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. മിൻ ഔസാഫിൽ അസ്ഇലത്തുൽ ജയ്യിദ, ഒരു നല്ല ഒരു ചോദ്യത്തിന്റെ വിശേഷങ്ങളിൽ പെട്ടത്. നമ്മളിത് നമ്മുടെ മൈക്രോ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓരോ അധ്യാപകനുമുള്ള ഓരോ സ്കില്ലുകളും എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മളെ തുർക്കു തദീസ് പഠിപ്പിച്ച സമയത്ത്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ പറയുന്ന ഒരു ചോദ്യത്തിന് വേണ്ട വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അൻതകൂന മൂജിസത്തൻ വവാദിഹ, വളരെ വ്യക്തവും അതേപോലെ തന്നെ ഷോർട്ടുമായിരിക്കുക. എന്താണ് അൻതകൂന ഖാലിയത്തൻ അനിൽ ഇബ്ഹാം, അതായത് അവ്യക്തതയിൽ നിന്നും ഒഴിവായിരിക്കുക. അൻതകൂന മുഅക്കദ വ മുൽതബിസ, അതായത് വളരെ അവജ്ഞതയും സങ്കീർണതയും ഒക്കെ ആയിത്തീരുക എന്നുള്ളതാണ്. അപ്പൊ ഒരു നല്ല ഒരു ക്വസ്റ്റ്യനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓപ്ഷൻ 1 അതുപോലെ തന്നെ 3 നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അനാസിർ തൗജീഹുൽ അസ്ഇല നമ്മൾ പറഞ്ഞു, ക്വസ്റ്റ്യനിങ് ചെയ്യുന്നതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അൽ ഫസാഹത്തു ഫിൽ അസ്ഇല, ചോദ്യത്തിൽ എന്തുണ്ടാവുക, ഒരു വ്യക്തത ഉണ്ടാവുക. അസ്ഇലത്തുൻ മൂജിസത്തുൻ വാളിഹത്തുൻ വസഹിയ, വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുക. മുലായിമത്തുൻ ലി അൽസിനത്തുൽ കലാമി, കുട്ടികളുടെ നാവിനിണങ്ങുന്നതായിരിക്കുക. ബായിസത്തു തഫ്കീർ, ചിന്തിക്കാൻ ഉതകുന്നതാവുക. മുത്തസിലത്തുൻ ബി മഅലൂമാത്തി സാബിക, പ്രീവിയസ് നോളജുമായിട്ട് കണക്റ്റബിൾ ആയിരിക്കുക. അസ്ഇലത്തുൻ ബസീതത്തുൻ വ ഖാലിയത്തുൻ മിനൽ ഇബ്ഹാം, സിമ്പിൾ ചോദ്യവുമായിരിക്കുക, അതേപോലെ തന്നെ അവ്യക്തതയിൽ നിന്നും ഒഴിവായതുമായിരിക്കുക. നമ്മൾ അന്ന് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് അനാസിർ തൗജീഹുൽ അസ്ഇല എന്താണെന്നുള്ളത്. അത് അതേ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തവണത്തെ ചോദ്യ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നന്നായിട്ട് പെഡഗോജിയില് നിങ്ങൾ നോക്കുക.
തലേ ദിവസമൊക്കെ എന്നോട് ഒരേ മെസ്സേജ് അയക്കലായിരുന്നു പരിപാടി. സാറേ ഏത് നോക്കണം ഏത് നോക്കണ്ട, എന്താണ് എനിക്ക് പെഡഗോജി 20, 22, 23 മണിക്കൂർ ക്ലാസ് ഒക്കെ വെച്ച് ആകെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിച്ചില്ല, ഒന്നും മനസ്സിലാവില്ല നിങ്ങൾ പറഞ്ഞില്ലേ. എന്നിട്ടും പണി തന്നത് കണ്ടില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയ നിന്നും എന്നാൽ കിട്ടാത്തൊരു രൂപത്തിലൊക്കെയാണ് ചോദ്യം വന്നത്. ശരിയാവും ഇൻഷാ അല്ലാഹ്. അടുത്തത് മിൻ അൻവാഇ നശാതാത്തി അത്തഖ്വീമുൽ മുസ്തമിർ, കണ്ടിന്യൂസ് ഇവാലുവേഷന്റെ പ്രവർത്തനങ്ങളുടെ രൂപത്തിൽ പെട്ടത്. അൽ മശ്റൂഉ വത്തഖ്സീസ്, എന്താണ് പ്രോജക്റ്റും അതുപോലെ തന്നെ അസൈൻമെന്റും, അന്നദുവ അതുപോലെ മുനാഖഷ ഡിസ്കഷൻ. ഓക്കെ, എല്ലാം വരും. നമ്മളിത് നല്ല രസകരമായിട്ട് ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എടുത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ നോട്ടില് ഈ ഒരു ചോദ്യങ്ങൾ കണ്ടോ, നിങ്ങൾ ഈ സാധനം കണ്ടോ, വസായിലു എന്താണ് തഖ്വീമുൽ മുസ്തമിർ എന്ന് പറഞ്ഞിട്ട് മഷ്റൂ, പ്രൊജക്ട്, തഖ്സീസ്, അസൈൻമെന്റ്, സെമിനാർ, മുനാഖഷ, നദ്വ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോട്ടിൽ തന്നെ കൊടുത്ത സാധനമാണ്. അതുപോലെ ചോദിച്ചു എന്നുള്ളതാണ് രസകരമായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പൊ എനിവേ നമുക്ക് എന്തായാലും എന്താണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ നമുക്ക് നോക്കാം. അപ്പം കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ എന്താണ് ഒരു എൻറ്റയർ ആയിട്ടുള്ള ഒരു നീണ്ട കാലയളവിൽ നമ്മൾ ക്ലാസ് റൂമിനുള്ളിൽ നടത്തുന്ന ഇന്റേണൽ എക്സാമുകളെയാണ് അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ടെസ്റ്റുകളെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയാം. ഇപ്പം ഇത് അത് അവലംബിക്കപ്പെടുന്ന ഇന്റേണൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ അല്ലദീ തംതദ് ബിതിവാലിസന, ഒരു ക്ലാസ്സിൽ നീണ്ടു നിൽക്കുന്ന, يعتمد النجاح على كيفية اختبارات الداخلية وعلى كيفية احتفاظ السجلات المختلفة واستعمالها للأغراض المختلفة. അതായത് നമ്മൾ എങ്ങനെയാണ് ഇന്റേണൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തുന്നത് എന്ന രൂപവും അതേപോലെ തന്നെ കൈഫിയത്ത് ഇഹ്തിഫാദ് സിജില്ലാത്തുൽ മുഖ്തലിഫ, നമ്മള് മുമ്പ് ഈ ഇവാലുവേഷന് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ടൈപ്സ് ഓഫ് ഇതിനെ കുറിച്ച് പറഞ്ഞു, പ്രത്യേകിച്ച് അനക്ടോളർ റെക്കോർഡുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അനക്ടോളർ റെക്കോർഡ് ഉൾപ്പെടെയുള്ള ഒരുപാട് റെക്കോർഡുകൾ സൂക്ഷിക്കുക, വ്യത്യസ്തമായ ലക്ഷ്യങ്ങളില് അത് ഉപയോഗിക്കും. അപ്പൊ നമുക്ക് അനക്ടോളർ റെക്കോർഡിന്റെ പ്രത്യേകത അറിയാം. എന്താണ്? ഒരു വിദ്യാർത്ഥിയുടെ അവന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള സ്വഭാവ സവിശേഷതകളെ സൂചിപ്പിക്കുന്ന, അതിനെ രജിസ്റ്റർ ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ് അനക്ടോളർ റെക്കോർഡ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ മൊത്തത്തിൽ എന്ത് ചെയ്യാം, ആ കുട്ടിയെ അളക്കുക എന്നുള്ളതാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയാം. ഓക്കെ, എക്സ്റ്റേണൽ ഇവാലുവേഷൻ അതിനെന്ത് ചെയ്യും, എക്സ്റ്റേണൽ ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ അത് കുറച്ചു തരും. കുട്ടികളുടെ പൂർണ്ണമായിട്ടുള്ള നോളജ് മനസ്സിലാക്കാനും അതേപോലെ തന്നെ കുട്ടികൾക്ക് എക്സ്റ്റേണൽ ടെസ്റ്റുകളിൽ അവനെ നന്നാക്കാനും ഒക്കെ ശ്രമിക്കും. അപ്പോ ഇത് ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ നടപ്പിലാക്കപ്പെടുന്നത് 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണഘടനാ വിധേയമാകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അതേപോലെ തന്നെ മറ്റേ RTE, അതുപോലെ തന്നെ നമ്മുടെ KCF, NCF തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് ഒന്നും കൂടി റിവൈസ് ചെയ്യണം. കാരണം എക്സാമിന് ചോദിക്കാൻ ചെറിയൊരു മൈന്യൂട്ട് ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നോക്കാം. ഓക്കെ, അപ്പൊ മിൻ മസായിലിഹ, അതിന് പ്രധാനപ്പെട്ട കണ്ടന്റുകൾ പെട്ടതാണ് പ്രൊജക്ഷൻ, അതുപോലെ തന്നെ അസൈൻമെന്റ്, സെമിനാർ, ഡിസ്കഷൻ, അതുപോലെ തന്നെ നദുവത്ത് തുടങ്ങിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ലൈസ മിൻ നശാത്താത്തി ലുഗവിയ, ലാംഗ്വേജ് പ്രവർത്തനങ്ങൾ, ലാംഗ്വേജ് ആക്ടിവിറ്റികളിൽ പെടാത്തത് എന്ത് എന്നുള്ളതാണ്. ലൈസത്താണ് ഇദാഅത്തുൽ മദ്രസിയ, സ്കൂൾ ബ്രോഡ്കാസ്റ്റിംഗ്, നാദി അൽ ലുഗത്തുൽ അറബിയ, എന്താണ് അറബി ലാംഗ്വേജ് ക്ലബ്ബ്, റസമുൽ ഖറായിത്ത്, ചാർട്ട് പ്രിപ്പറേഷൻ, അസ്ഹാഫ വ തഹ്രീർ, ജേർണലിസം. ഓക്കെ, ഇത് രണ്ട് രൂപത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഒന്ന്, കണ്ടന്റ് അറിഞ്ഞുകൊണ്ട്, കണ്ടന്റ് അറിയാതെ. റസ്മുൽ ഖറായിത്തുമായി ബന്ധപ്പെടാത്ത, ഭാഷയുമായി ബന്ധപ്പെടാത്ത ഒരു സാധനമാണ് ചാർട്ട് നിർമ്മാണം എന്നുള്ള ഒരു സംഭവം.
ബാക്കി എല്ലാം എന്താണ് ഭാഷയുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് നഷാത്തത്ത് ലുഗവിയിൽ പെട്ട് നിങ്ങൾ ഓപ്ഷൻ പെടാത്തതായിട്ട് ഓപ്ഷൻ സി തിരഞ്ഞെടുത്തത്. അങ്ങനെയല്ലേ ശരി? ഞാൻ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ തിരഞ്ഞെടുത്തത് ഈ കണ്ടന്റ് അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒബിയസ്ലി എന്നെ മനസ്സിലാക്കുന്ന 90% ആൾക്കാരും ഓപ്ഷൻ സി ലേക്ക് എത്തിയിട്ടുള്ളത് രൂപത്തിലാകാം. എന്നാൽ ബി.എഡ് പഠിച്ചവർക്ക് തന്നെ പഠിക്കാൻ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ലേണിംഗ് ആൻഡ് ലിറ്റററി ആക്ടിവിറ്റീസ്, അന്നഷാത്താത്തു അൽ-ലുഗവിയ്യ വൽ അദബിയ്യ എന്ന് പറയും. എന്താണ് അന്നഷാത്താത്തു ലുഗവിയ്യ വൽ അദബിയ്യ? അൽവാനുൽ മുഖ്തലിഫ മിന തകല്ലുമി വൽ ഇസ്തിമാഇ വൽ ഖിറാഅ വൽ കിതാബ അല്ലദി യതദറബു ബിഹ ത്വാലിബി തദർരിബൻ തിൽഖായിയൻ ഗൈറു മുകല്ലിഫ. അതായത് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഒരു കുട്ടിക്ക് സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ എന്ത് ചെയ്യാ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കൂട്ടം പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലിറ്റററി ആൻഡ് ലാംഗ്വേജ് ആക്ടിവിറ്റീസ് എന്ന് പറയാം. അഥവാ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഒരു കുട്ടിയെ എഴുതാനും വായിക്കാനും സംസാരിക്കാനും വേണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എന്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉതകുന്ന ഒരുപാട് പ്രവർത്തനങ്ങളെയാണ് നമ്മള് സാഹിത്യ ഭാഷാ പ്രവർത്തനങ്ങൾ അഥവാ ലിറ്റററി ആൻഡ് ലാംഗ്വേജ് ആക്ടിവിറ്റീസ് എന്ന് പറയാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ടൂളുകളിൽ ഒന്നാണ് സ്കൂൾ ബ്രോഡ്കാസ്റ്റ് ഇദാഅത്തുൽ മദ്രസിയ എന്ന് പറയും, അല്ലെങ്കിൽ ഇദാഅത്തുൽ മദ്രസ. നമുക്കറിയാം പല സ്കൂളുകളിലും എന്തുണ്ട് റേഡിയോ സ്റ്റേഷനുകൾ ഉണ്ട്. അപ്പൊ അതിലൂടെ കുട്ടികൾക്ക് എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ നൽകാറുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈമാറ്റപ്പെടാറുണ്ട്, പല എക്വേഷനുകൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പല പല നല്ല ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ് സ്കൂൾ ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ലൈബ്രറികൾ, അത് നമുക്ക് വളരെ വിശദീകരിക്കേണ്ട ഒരു കാര്യമല്ല. അതുപോലെ ജേർണലിസ്റ്റ്, അതുപോലെ ജംഇയ്യത്തുൽ അദബിയ, ലിറ്റററി ഫോറംസ്, നമുക്ക് തന്നെ അറിയാം സാഹിത്യ ക്ലബ്ബുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷാ വളർച്ചയ്ക്ക് വേണ്ടി സ്കൂളുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഡ്രമ അഥവാ തംസീൽ എന്ന് പറയും. അതുപോലെ നാദി ലുഗത്തുൽ അറബിയ, ലാംഗ്വേജ് ക്ലബ്ബുകൾ. ഇപ്പൊ ലാംഗ്വേജ് ക്ലബ്ബുകൾ ആയിക്കോട്ടെ, ലിറ്റററി ഫോറംസ് ആയിക്കോട്ടെ, ഡ്രാമാസ് ആയിക്കോട്ടെ, സ്കൂൾ ബ്രോഡ്കാസ്റ്റിംഗ് ആയിക്കോട്ടെ, ക്ലാസ് ലൈബ്രറി ആയിക്കോട്ടെ, ജേർണലിസം ഒക്കെ ആയിക്കോട്ടെ, ഇതെല്ലാം പഠന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഭാഷാ പ്രവർത്തനങ്ങളുടെ ഡെവലപ്മെന്റിനാണ് യോജിക്കുന്നുണ്ട്. മൻഹജ്, ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? തഅയ്യിനുൽ അഹ്ദാഫ്, ലക്ഷ്യങ്ങളെ സൂക്ഷിക്കുക അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക. ഇംകാനിയാത്ത് തക്വീമി വഇസ്തിഖ്ദാമി വസായിലു തക്വീം, അതായത് ഇവാലുവേഷന് സാധ്യമാക്കുകയും അതുപോലെ തന്നെ വസായിലു തക്വീം യൂസ് ചെയ്യുക എന്നുള്ളത്. അതായത് ഇവാലുവേഷന് സാധ്യമാവുകയും ഇവാലുവേഷന്റെ ടൂളുകൾ ഉപയോഗിക്കുക എന്നുള്ളതും. ഇഖ്തിയാരുൽ ഖുബറാത്ത് തഅലീമിയ, ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസുകളെ, പഠന എക്സ്പീരിയൻസുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്, ഒരു അധ്യാപകന്റെ പഠന എക്സ്പീരിയൻസുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഒരു കരിക്കുലം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്നുള്ളതാണ് ചോദ്യം. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ എന്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പ്ലാനിങ് ചെയ്യണം. പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒബ്ജക്റ്റീവ് നമ്മൾ നിർണ്ണയിക്കണം. നമ്മൾ ഇന്ന കാര്യങ്ങളാണ് ഇന്ന കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? അത് ഇവാലുവേറ്റ് ചെയ്യാം. ആ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതും, അത് എന്തൊക്കെ മെത്തേഡ് ഉപയോഗിച്ചു കൊണ്ടാണ് അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതും എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ലേണേഴ്സിന്റെ ലേണിംഗ് എക്സ്പീരിയൻസുകളെ കളക്ട് ചെയ്യണം, തിരഞ്ഞെടുക്കണം. ഇതെല്ലാം ഒരു കരിക്കുലം പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇത് ചെറിയ ഒരു ഇതാണ്, മിസ്റ്റേക്ക് ഒന്നാണ്. അപ്പൊ ഇത്രയാണ് പ്രധാനമായിക്കൊണ്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, നമുക്ക് പെഡഗോജി ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കാണ്. ഓക്കെ, മനസ്സിലായോ? എന്താ അവസ്ഥ? ഓക്കെ, അപ്പോ നമ്മള് ഇൻഷാ അല്ലാഹ് നമ്മുടെ പെഡഗോജി ഇതോടുകൂടി നമ്മൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാണ്.
ഇനി ടെക്സ്റ്റ് ബുക്ക് അനാലിസിസിന്റെ ക്ലാസ് നാളെ റുഷ്ത ടീച്ചർ കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായി കൊണ്ട് റുഷ്ത ടീച്ചർ ഇൻഷാ അല്ലാഹ് ടെക്സ്റ്റ് ബുക്ക് അനാലിസിസ് ക്ലാസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ശുക്രൻ ജസീല ലി ഹുസ്നി ഇസ്തിമാഇക്കും വൗസിക്കും ബിദ്വാ തമന്നാ ലക്കും കുല്ലൻ നജാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.